നേപ്പാളിലെ ജെൻസി പിള്ളേർ കലിപ്പിലാണ്. സംഭവം വേറൊന്നുമില്ല. നേപ്പാളിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായി അവിടെ സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം നിരോധിക്കുകയാണെന്ന് നേപ്പാൾ സർക്കാർ ഒരു ഉത്തരവിറക്കി. സോഷ്യൽ മീഡിയ ആപ്പുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, അങ്ങനെ പല ആപ്പുകളുമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം നിരോധിക്കുന്നു എന്നുള്ള ഉത്തരവിറങ്ങിയതിന് പിന്നാലെ നേപ്പാൾ നിശ്ചലമായി. കാരണം അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ജെൻസി പിള്ളേർ തെരുവിലിറങ്ങി നടത്തുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നടന്നതുപോലെ ശ്രീലങ്കയിൽ നടന്നതുപോലെയുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ തടിച്ചുകൂടുന്ന ഈ ജെൻസി പിള്ളേരെ നിയന്ത്രിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ നേപ്പാളിലെ പോലീസ്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തും ഇപ്പോൾ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കറപ്ഷനാണിത്, കറപ്ഷൻ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്ലക്കാർഡുകളുമായിട്ടാണ് ജെൻസി കുട്ടികൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. പോരാത്തതിന് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിക്കുക വഴി എന്ത് രാജ്യസുരക്ഷയാണ് നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഈ കുട്ടികൾ ചോദിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ തെരുവുകളിലും തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നേപ്പാളിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒലി ഇത് വലിയ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ പ്രശ്നമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അത്തരത്തിലൊരു ദേശീയതയൊന്നും നേപ്പാളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നപ്പോൾ ഒരു ഹിന്ദു ദേശീയത നേപ്പാളിൽ എവിടെയും അലയടിച്ചിരുന്നു, അത് ഉയർത്തിക്കാട്ടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി നേപ്പാൾ പരിണമിച്ചപ്പോൾ നേപ്പാളിലെ സർക്കാർ വലിയ രീതിയിലുള്ള അഴിമതി നടത്തുകയാണ് എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അതിന് പിന്നാലെ ജ്ഞാനേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പഴയ ഹിന്ദു രാജാവിനെ തന്നെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് വലിയൊരു പ്രക്ഷോഭം സൈഡിൽ കൂടെ വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ജ്ഞാനേന്ദ്ര സിംഗ് ആ പ്രക്ഷോഭക്കാരെല്ലാം ഞാൻ ഇറക്കി വിട്ടതല്ല, അവർ തനിയെ വന്നതാണെന്ന് പറയുമ്പോൾ തന്നെയും ഈ പ്രക്ഷോഭക്കാർ പല സ്ഥലത്തും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ജ്ഞാനേന്ദ്ര സിംഗിൻ്റെ പേരിലാണ് അവിടെ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നേപ്പാൾ സർക്കാർ എന്ന് പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തലവേദന കേസായി പുതിയൊരു പ്രശ്നം കൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തിൽ നേപ്പാൾ സർക്കാർ വീഴുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം അത്രയ്ക്ക് കനത്ത പ്രക്ഷോഭമാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ബാരിക്കേഡുകളെല്ലാം തകർത്തുകൊണ്ട് ജെൻസി കുട്ടികൾ മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവരെ എതിർക്കാൻ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടാൻ പട്ടാളത്തെ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.